രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള പുറത്തുവിട്ട് കൃത്യം 11ാം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. വോട്ടുകൊള്ള എന്ന വലിയ ആരോപണം ഭരണഘടനാ വിരുദ്ധമെന്നാണ് മറുപടി. കേന്ദ്ര സർക്കാർ നയമനുസരിച്ചാകാം ശുദ്ധ ഹിന്ദിയിൽ വോട്ടുകൊള്ളയെ കള്ളവാക്കെന്ന് വിശേഷിപ്പിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയെ ഒരു രാഷ്ട്രീയ നേതാവിനെ എന്ന പോലെ വെല്ലുവിളിക്കുകയായിരുന്നു. കഴുത്തിൽ തോക്കു ചൂണ്ടിയുള്ള ഭീഷണിയെന്നാണ് മറുപടി. 3-4 ഇടത്ത് കണ്ട ഒരേ വോട്ടർമാരുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സ്വകാര്യത ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികാരം കൊള്ളുകയാണ്. വീട്ടു നമ്പർ 0 വികാരം നിറഞ്ഞ ഉത്തരം. വീടില്ലാതെ തെരുവിലുറങ്ങുന്നവരുടെ മുഴുവൻ വീട്ടു നമ്പർ 0 അപ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് നടന്നില്ലേ? വോട്ടപ്പട്ടികയിൽ പിഴവുണ്ടെങ്കിൽ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കെന്ന് പറഞ്ഞ ഗ്യാനേഷ് കുമാർ തോൽവിക്ക് 6 മാസത്തിനു ശേഷമുള്ള സത്യാന്വേഷണം നിലനിൽക്കില്ല എന്നാണ് ആവർത്തിക്കുന്നത്. മഹാരാഷ്ട്രയിലും മഹാദേവപുരയിലുമുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ SIR ആണ് പ്രതിവിധിയെന്ന് ഉറപ്പിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലും ഇന്ത്യ സഖ്യവും ബീഹാറിലെ സസാറമിൽ നിന്നും വോട്ടർ അധികാർ യാത്ര തുടങ്ങിയ ദിവസമാണിന്ന്. മഹാരാഷ്ട്രയിൽ BJPക്ക് മാത്രമായുണ്ടായ പുതിയ വോട്ടർമാരുടെ കഥ വിവരിച്ചുകൊണ്ടാണ് രാഹുലിന്റെ പ്രസംഗം. UPയിലെ വോട്ടർ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ പുതിയ പട്ടികയിൽ വന്നതിന്റെ കണക്ക് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് കണ്ടെത്തിയ ദിവസം കൂടിയാണിന്ന്. ഇവിടെ കേരളത്തിൽ മിണ്ടാട്ടമില്ലാതെ നടന്ന ഒരു സഹമന്ത്രി അധിക്ഷേപം ചൊരിയാൻ വായ തുറന്ന ദിവസം കൂടിയാണിന്ന്. ഉത്തരമായോ എന്നതാണ് ചോദ്യം.